വളരെ ദുഃഖമുണ്ടാക്കുന്നതും നടുക്കുന്നതുമായ കാഴ്ചകളും വാർത്തകളുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുർക്കിയിലും സിറിയയിലും ഉണ്ടായ ഭൂകമ്പം. ഈ ഭൂകമ്പത്തിലുണ്ടായിരിക്കുന്ന ആളപായവും നാശനഷ്ടങ്ങളും അതിഭീകരമാണ്. ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളിൽ നിന്നും സഹായം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നും അറിയുന്നുണ്ട്. ആ രാജ്യത്തോടും അവിടുത്തെ ജനങ്ങളോടുമുള്ള അഗാധമായ അനുകമ്പയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീട്ടിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം. ചെറുതല്ലാക്കാര്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ഉൾഭാഗത്തായി കോർ അല്ലെങ്കിൽ കേന്ദ്രം, അതിനു മുകളിൽ മാൻഡിൽ, ഏറ്റവും മുകളിൽ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്നതാണ് ഭൂമിയുടെ ഘടന. ഇതിൽ മാൻഡിലിൻ്റെ മുകൾ ഭാഗം ആസ്തനോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. പാറ ഉരുകി അതിസാന്ദ്രതയുള്ള അല്ലെങ്കിൽ കട്ടിയുള്ള ദ്രവാവസ്ഥയിലാണ് ആസ്തനോസ്ഫിയർ ഉള്ളത്. ഇതിനു മുകളിലായി പൊങ്ങിക്കിടക്കുന്നത് പോലെ ചലിക്കുന്ന അവസ്ഥയിലാണ് ഭൂവൽക്കം കാണപ്പെടുന്നത്. ഭൂഖണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്ന ഭൂവൽക്കം പല കഷ്ണങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ കോണ്ടിനെന്റൽ പ്ലേറ്റ് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്, ഇനി അതുമല്ലെങ്കിൽ ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്നെല്ലാമാണ് പറയുന്നത്. പ്രധാനമായും 7 കോണ്ടിനെന്റൽ പ്ലേറ്റുകളാണ് ഉള്ളത്. ആഫ്രിക്കൻ പ്ലേറ്റ്, അന്റാർട്ടിക്കൻ പ്ലേറ്റ്, യൂറേഷ്യൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഈ പറയപ്പെട്ട 7 എണ്ണവും മേജർ കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവയെ കൂടാതെ മൈനർ എന്നും മൈക്രോ എന്നും വിഭാഗങ്ങളിൽ നിരവധി കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ വേറെയുമുണ്ട്. 2 പ്ലേറ്റുകൾ തമ്മിൽ ചേരുന്ന ഭാഗത്തിനെ ഫോൾട്ട് ലൈൻ അല്ലെങ്കിൽ ഭ്രംശരേഖ എന്നാണ് പറയപ്പെടുന്നത്. ആസ്തനോസ്ഫിയറിൽ പൊങ്ങിക്കിടക്കുന്ന ഇവ ചില സന്ദർഭങ്ങളിൽ ചലിക്കുകയും ആ ചലനം തരംഗമായി ഭൂമിയിൽ പ്രതിഫലിക്കുകയും ചെയ്യും. കോണ്ടിനെന്റൽ പ്ലേറ്റുകളുടെ ഇത്തരത്തിൽ ഉള്ള ചലനമാണ് ഭൂമിയിൽ ഭൂകമ്പവും സുനാമിയും അഗ്നിപർവ്വതവും അതുപോലെ സാധാരണ പർവ്വതവും എല്ലാം ഉണ്ടാകാൻ കാരണം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. തുർക്കി എന്തുകൊണ്ട് ഒരു ഭൂകമ്പ ബാധിത പ്രദേശമാവുന്നു? അതിന് കാരണം തുർക്കി എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് 3 ടെക്ടോണിക് പ്ലേറ്റുകളിലാണ്, അല്ലെങ്കിൽ 3 കോണ്ടിനെന്റൽ പ്ലേറ്റുകളിലായിട്ടാണ്. അതായത് തുർക്കിയിലൂടെ 3 ഭ്രംശരേഖകൾ കടന്നു പോകുന്നുണ്ട്. ഇനി അതുമല്ലെങ്കിൽ തുർക്കി എന്ന രാജ്യം ഭ്രംശരേഖകളുടെ ഒരു മുക്കവലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. തുർക്കി രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് അനത്തോളിയൻ പ്ലേറ്റിലാണ്. അനത്തോളിയൻ പ്ലേറ്റിനെ അതിരിടുന്ന മറ്റ് 3 കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ കൂടിയുണ്ട്. ഇതിൽ യൂറേഷ്യൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും മേജർ പ്ലേറ്റുകളാണ്. അതുപോലെ തന്നെ അറേബ്യൻ പ്ലേറ്റ് എന്ന ഒരു മൈനർ പ്ലേറ്റ് കൂടി ഇതിന് അതിരായിട്ട് ഉണ്ട്. സ്വാഭാവികമായും 3 ടെക്ടോണിക് പ്ലേറ്റുകളിലായി കിടക്കുന്ന തുർക്കിയിൽ ഭ്രംശരേഖകളും ഉണ്ടാവും, അല്ലെങ്കിൽ ഫോൾട്ട് ലൈനും ഉണ്ടാവും. ഇതിൽ നോർത്ത് അനറ്റോളിയൻ ഫോൾട്ട്, അതായത് ഭ്രംശരേഖ, യൂറേഷ്യൻ ആഫ്രിക്കൻ പ്ലേറ്റുകളുമായി ചേരുന്ന ഭാഗം ഏറ്റവും വിനാശകരമായ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്താംബൂളിൻ്റെ തെക്ക് ഭാഗം മുതൽ തുർക്കിയുടെ വടക്കൻ ഭാഗം വരെ നീളുന്ന നോർത്ത് അനറ്റോളിയൻ ഫോൾട്ട് ഭൂകമ്പ ചലനങ്ങൾക്ക് കുപ്രസിദ്ധമാണ്. നോർത്ത് അനറ്റോളിയൻ ഫോൾട്ട്, അതായത് നോർത്ത് അനറ്റോളിയൻ ഭ്രംശരേഖ, ഭൂമിയിലെ തന്നെ ഏറ്റവും ഭൂകമ്പപരമായി സജീവമായ പരിവർത്തന മേഖലകളിൽ ഒന്നാണ്, ട്രാൻസ്ഫോർമേഷൻ സോണുകളിൽ ഒന്നാണ്. ഇതിന് കാരണമായി പറയപ്പെടുന്നത് നോർത്ത് അനറ്റോളിയൻ ഭ്രംശരേഖയിൽ ഏറ്റവും വിനാശകരമായ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഉയർന്ന തോതിലുള്ള ക്രസ്റ്റൽ ഡീഫോർമേഷൻ, അതായത് ഭൂവൽക്കത്തിൻ്റെ രൂപാന്തരം ആണ് നോർത്ത് അനറ്റോളിയൻ ഫോൾട്ട് അസ്ഥിരമാണ് എന്ന് പറയാം. അതിന് കാരണം ഭൂവൽക്കത്തിൻ്റെ രൂപഭേദം അല്ലെങ്കിൽ രൂപാന്തരം ആണ്. നോർത്ത് അനറ്റോളിയൻ ഫോൾട്ടിൻ്റെ നിരന്തരമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉയർന്ന തോതിലുള്ള ഈ രൂപഭേദം, ക്രസ്റ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഭൂവൽക്കത്തിൻ്റെ രൂപാന്തരം, അതിന് കാരണമാവുന്നത് സ്ഥിരതയുള്ള യുറേഷ്യൻ ഫലകവുമായി ബന്ധപ്പെട്ട് വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അറേബ്യൻ ആഫ്രിക്കൻ ഫലകങ്ങളുടെ സംയോജനമാണ്. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ നോർത്ത് അനറ്റോളിയൻ ഫോൾട്ട് എന്ന മേഖല ഇന്റർ ഡിസിപ്ലിനറി, അതായത് വിവിധ വകുപ്പുകളുടെ, വിവിധ ശാസ്ത്രശാഖകളുടെ പഠനങ്ങൾക്ക്, സീസ്മോളജിക്കൽ, മാഗ്നറ്റിക്കൽ, ജിയോളജിക്കൽ, ഗ്രാവിറ്റേഷണൽ, അതുപോലെ തന്നെ ജിയോഡറ്റിക് പഠനത്തിന് പറ്റിയ ഒരു പ്രകൃതിദത്ത ലാബോറട്ടറി എന്ന് വിശേഷിപ്പിക്കാം. നോർത്ത് അനറ്റോളിയൻ ഫോൾട്ടിൻ്റെ ഈ സവിശേഷതയാണ് ഇന്ന് തുർക്കിയിലുണ്ടായിരിക്കുന്ന ഭൂകമ്പത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും പ്രധാന കാരണവും. ഇന്റർലോക്ക് കട്ടകൾ പോലെ അതിഭയങ്കര ബലത്താൽ ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ടോ അല്ലെങ്കിൽ വശങ്ങളിലൂടെയോ ഈ പ്ലേറ്റുകൾ തമ്മിൽ ബന്ധിക്കപ്പെട്ടു. ചില അവസരങ്ങളിൽ ടെക്ടോണിക് ചലനം മൂലം ഇവയുടെ ഘർഷണം കുറയുകയും അത് വലിയ ഒരു അളവിൽ ഊർജം പുറന്തള്ളുകയും ചെയ്യും. ഇത്തരം ഒരു ചലനമാണ് തുർക്കിയിലും സിറിയയിലും ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ദുരന്ത കാരണം. ഇതാദ്യമായിട്ടല്ല ഈ മേഖലയിൽ ഭൂകമ്പം ഉണ്ടാകുന്നത്. തുർക്കിയുടെ ഈ ഭൗമഘടനാ സവിശേഷത കൊണ്ട് വലിയ ഭൂകമ്പങ്ങൾ ഈ ഭാഗങ്ങളിൽ തുടർക്കഥയാണ്. 1939 റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം തുർക്കിയിൽ ഉണ്ടാവുകയുണ്ടായി. തുർക്കിയിലെ എസഞ്ചാൻ പ്രവിശ്യയിലാണ് ഇത് ഉണ്ടായത്. 30,000 ആളുകൾ അന്നവിടെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്.
1979 ചാൽദിറ മേഖലയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ 4000 ആൾക്കാരാണ് മരണപ്പെട്ടത്. 1939 ശേഷം ഏറ്റവും കൂടുതൽ വിനാശകാരിയായ ഭൂകമ്പം തുർക്കിയിൽ ഉണ്ടായിട്ടുള്ളത് 1999 റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ഉണ്ടായത് തുർക്കിയിലെ ഇസ്മിറ്റ് പ്രവിശ്യയിലാണ്. 17,000-ഓളം ആളുകൾ മരിക്കുകയും 43,000-ഓളം പേർ പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് കണക്ക്. തുർക്കിയിലെ ഡിസാസ്റ്റർ ആൻഡ് എമർജൻസി മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 2022 മാത്രം ഏകദേശം 22,000-ഓളം ഭൂചലനങ്ങൾ ഉണ്ടായി എന്നാണ് കണക്ക്. ഇതിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ ഭൂകമ്പം 1999 ശേഷം തുർക്കിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിനാശകാരിയായ ഭൂചലനം ആണ് തന്നെ. എത്രയെല്ലാം പ്രബലനായാലും എത്രയെല്ലാം കോയ്മ പറഞ്ഞാലും പ്രകൃതി ശക്തികൾക്ക് മുമ്പിൽ മനുഷ്യൻ പലപ്പോഴും നിസ്സഹായനാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.